തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ, ദിസ്ന സുരേഷ്, ശ്രീനന്ദ SP, പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ്, കൊച്ചിയിൽ നിന്ന് നിഷാ ദിലീപ് എന്നിവർ ഒപ്പം ചേരും. ആദ്യം പ്രജിത്തിലേക്ക്. പ്രജിത്ത്, രാവിലെ വാർത്ത നൽകിയിരുന്നുവല്ലോ, സ്വർണം പൂശിയത് എപ്പോഴായിരുന്നു, അത് പിന്നെ എങ്ങനെ ചെമ്പായി മാറി? ചോദ്യങ്ങൾ നിരവധിയാണ്. അല്പം മുമ്പ് ദേവസ്വം പ്രസിഡന്റ് അങ്കക്കലി പൂണ്ട് പുറത്തേക്ക് പോയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. വിവരങ്ങൾ. നമ്മൾ ഇന്ന് പുറത്തുവിട്ട പുതിയ രേഖകൾ തന്നെ ശബരിമലയിൽ നടന്നിട്ടുള്ളത് വലിയ സ്വർണ്ണ തട്ടിപ്പാണെന്ന് ആധികാരികമായി പറയാൻ കഴിയുന്ന, അതിന് തെളിവായി മുന്നിലേക്ക് വെക്കാൻ കഴിയുന്ന ഒരു ഡോക്യുമെൻ്റാണ് കൃഷ്ണരാജ്. കാരണം അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇത് ഹൈക്കോടതിയുടെ ഭാഗമായി വന്ന ഒരു കണ്ടെത്തലുകളുടെ ഡോക്യുമെൻ്റാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ടിരുന്നത്. അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം, 1999 കൃത്യമായി 99 മെയ് 4 ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പരമ്പരാഗത രീതിയിൽ സ്വർണം ക്ലാഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പരമ്പരാഗത രീതി എന്ന് പറയുമ്പോൾ നേർത്ത സ്വർണ്ണ തകിടുകൾ കൊണ്ട് ഈ ചെമ്പുപാളികൾക്ക് മുകളിൽ പൊതിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീടാണ് പ്ലേറ്റിംഗ് പോലെയുള്ള രീതികളൊക്കെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 1999 മെയ് 4 വിജയമല്ലിയുടെ വഴിപാടായി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള രേഖകളിലൂടെയാണ് ഈ സ്വർണ്ണമാണ് അതിൽ പൊതിഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ പറയുന്ന മറ്റ് വാദങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ ഇത് ചെമ്പ് പാളികളാണെന്ന് വരുത്തി തീർക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ദേവസ്വം ബോർഡും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ആരെങ്കിലുമൊക്കെ അതിന് പിന്നിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കൃത്യമായ മറുപടിയായി ഹൈക്കോടതിയുടെ കണ്ടെത്തൽ നമ്മൾ മുന്നിലേക്ക് വെക്കുന്നു. ഇനി എടുത്തു പറയേണ്ടത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ കൊടുത്തു വിടുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഉത്തരവിനെ പറ്റിയാണ്. ഈ ഉത്തരവും കഴിഞ്ഞ ദിവസവും ജനം TV പുറത്തുവിട്ടതാണ്. ഈ ഉത്തരവിൽ പറയുന്നത് കൊടുത്തുവിട്ടത് ചെമ്പ് പാളികളാണെന്നുള്ളതാണ്. എങ്ങനെ ഈ വൈരുദ്ധ്യം ഉണ്ടായി എന്നുള്ളതാണ് ഇനി ദേവസ്വം ബോർഡ് വിശദീകരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അതായത് പഴയ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഈ പൊതിഞ്ഞിരുന്ന സ്വർണ്ണ തകിടുകൾ നീക്കം ചെയ്തതിന് ശേഷമാണോ, അത് അടിച്ചു മാറ്റിയതിന് ശേഷമാണോ ഈ ചെമ്പ് പാളികൾ കൊടുത്തുവിട്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അതിന് പിന്നിൽ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു, ഒരു ക്രിമിനൽ കുറ്റകൃത്യം നടന്നിരിക്കാനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് ജനം TV പുറത്തുവിടുന്ന ഈ തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അവ്യക്തത അതാണ്. 99 സ്വർണം പൂശിയെന്ന് ദേവസ്വം രജിസ്റ്ററിൽ പറയുന്നു. 2019 അത് ചെമ്പാണെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. ഇത് ചെമ്പാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു, സ്വർണമാണെന്ന് അറിയാമായിരുന്നില്ലെന്നും പറയുന്നു. അങ്ങനെ അപ്പാടെ അവ്യക്തതയാണ് ഇപ്പോൾ ഈ വിഷയത്തിലുള്ളത്, അല്ലേ? അവ്യക്തത എന്നുള്ളതിനപ്പുറത്തേക്ക് കൃഷ്ണരാജ് ഒരു കാര്യം കൃത്യമായി നമ്മൾ പറയേണ്ടതുണ്ട്. 1999 പരമ്പരാഗത രീതിയിൽ സ്വർണം പതിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, പൂശുകയല്ല എന്നുള്ള കാര്യം ഒരു വ്യക്തത നമ്മൾ വരുത്തേണ്ടതുണ്ട്. കാരണം ഹൈക്കോടതി പോലും ഈ കണ്ടെത്തലുകളിൽ ഹൈക്കോടതി വെച്ചിരിക്കുന്നത് ട്രഡീഷണൽ രീതിയിൽ, അതായത് പരമ്പരാഗതമായ രീതിയിൽ അതിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പൂശുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന രീതിയിൽ പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം, മറ്റു കാര്യങ്ങൾ നമുക്കതിലെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ സ്വർണം അതിൽ പതിപ്പിച്ചിരിക്കുകയാണെങ്കിൽ പിന്നീട് അതിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു മോഷണം അവിടെ നടന്നിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്, അതായത് ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അറിവോടെ തന്നെ ഇതിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പുതിയതായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷയം എന്നുള്ളത്. ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒന്ന്, സ്വർണം ഉണ്ടായിരുന്നു, അത് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഹൈക്കോടതി പറയുന്ന അതേ ഉത്തരവിൽ തന്നെ ഈ വിഷയത്തിലെ ഒരു വൈരുദ്ധ്യവും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിന് തെളിവായ രേഖയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത്. ദേവസ്വം ബോർഡ് പറയുന്നത് 2019 ഇയാൾക്ക് കൊടുത്തുവിട്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ചെമ്പ് പാളികളാണ് എന്നുള്ളത്. എങ്ങനെ സ്വർണ്ണപ്പാളികൾ ചെമ്പ് പാളികളായി മാറി, അതിലുണ്ടായിരുന്ന സ്വർണം ആരടിച്ചു മാറ്റി, അതിൻ്റെ ഉത്തരവാദിത്തം ആര് മറുപടി നൽകണം, ആരാണ് അതിന് ഉത്തരവാദികളായിരുന്ന ഉദ്യോഗസ്ഥർ, സ്വർണം പതിപ്പിച്ചിരുന്ന പാളികൾ ഇളക്കി മാറ്റി എന്നുള്ള കാര്യവും കോടതി ഇതേ ഓർഡറിൽ നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന അതേ രേഖയിൽ പറയുന്നുണ്ട്. കോടതി പറയുന്നത് 2019 5/7/2019 ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ഗോൾഡ് ക്ലാഡഡ് കോപ്പർ പ്ലേറ്റ്, അതായത് സ്വർണം പതിപ്പിച്ചിരുന്ന ചെമ്പ് തകിടുകൾ
റിമൂവ് ചെയ്തിരിക്കുന്നത്, നീക്കം ചെയ്തിരിക്കുന്നത് തിരുവാഭരണം കമ്മീഷണറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിങ്ങനെ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിലാണ് ഈ പറയുന്ന സ്വർണം പതിപ്പിച്ച ചെമ്പ് തകിടുകൾ ഇളക്കി മാറ്റിയത് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നീട് ഈ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഈ പാളികൾ ഇളക്കി മാറ്റുന്ന സമയത്ത് അവിടെ ദേവസ്വം വിജിലൻസ് അതോറിറ്റികളുടെ അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യവും ഹൈക്കോടതിയുടെ കണ്ടെത്തലിലുണ്ട് എന്നുള്ളത് അവിടെ ദേവസ്വം വിജിലൻസിനെ മനഃപൂർവ്വം അവിടെ നിന്ന് ഒഴിവാക്കിയിരുന്നോ, അല്ലെങ്കിൽ അത്തരമൊരു വീഴ്ച അവിടെ വന്നിരുന്നോ എന്നുള്ള കാര്യം കൂടി കോടതിയുടെ ഈ പറയുന്ന കണ്ടെത്തലുകളുണ്ട് എന്നുള്ളത് ഒരു സംശയം ജനിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന വിജിലൻസിലേക്ക് അവിടെ നിന്ന് ഒഴിവാക്കിയത് മനഃപൂർവ്വമായിരുന്നോ എന്നുള്ള ആശങ്ക നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൃത്യമായി ഇളക്കിയത് സ്വർണ്ണപ്പാളി എന്നുള്ളത് കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് കൊടുത്തുവിട്ടത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ചെമ്പ് പാളികളാണെന്ന് ദേവസ്വം ബോർഡും പറയുന്നുണ്ട്. ഇവിടെയാണ് ഒരു ക്രമക്കേട് നടന്നിരിക്കാനുള്ള, ഒരു തട്ടിപ്പ് നടന്നിരിക്കാനുള്ള, അതിന് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നവരടക്കം പങ്ക് വഹിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയും തെളിഞ്ഞു നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾ വിചാരിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യമേ അല്ല ഇതെന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ക്രമക്കേടും ഈ തട്ടിപ്പും എന്നുള്ളതാണ്. ഇതിൽ ദേവസ്വം ബോർഡിൻ്റെ ഉന്നത തലങ്ങളിലുള്ളവർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യവും ഇതിലൂടെ തെളിയുകയാണ്. കൃഷ്ണരാജ്. ശരി, പ്രയത്ത് തുടരുക. ദ്വാരപാലക വിഗ്രഹത്തിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞുവെന്നാണ് റെക്കോർഡുകളിൽ ഉള്ളതെന്നും 5 കിലോ സ്വർണത്തിൽ ഇത്രയും വലിയ നഷ്ടമുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും പന്തളം കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറി സുരേഷ് വർമ്മ പ്രതികരിച്ചു. പ്രോട്ടോകോൾ ലംഘനമാണ് ശബരിമലയിൽ 2019 നടന്നത്. 2019 കൊണ്ടുപോയത് ചെമ്പുപാളിയാണെങ്കിൽ 98 ശേഷം ശബരിമലയിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും സുരേഷ് വർമ്മ കൊച്ചിയിൽ പറഞ്ഞു. കിലോയിൽ വന്ന വ്യത്യാസം ചെമ്പുപാളി ക്ലീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസാണെന്നുള്ളത് അതെനിക്ക് മനസ്സിലായില്ല. അത് എങ്ങനെയാണ് ഇത്രയധികം ലോസ് വരുന്നതെന്നുള്ളത്. കാര്യം 5 കിലോയുടെ ലോസൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു മെറ്റീരിയൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ 5 കിലോയോളം അത് വേസ്റ്റായി പോയി എന്ന് പറയുന്നത് ഒരിക്കലും അത് സംശയത്തിൻ്റെ നിഴലിലാണ്. അതും കെയർ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന് ഓരോ സാധനങ്ങൾ എടുക്കുന്നതിനും അത് കൊണ്ടുപോകുന്നതിനും വ്യക്തമായ നിഷ്ഠകളും പ്രോട്ടോക്കോളുകളുണ്ട്. അതൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് 2019 നടന്ന സാധനം. ഈ 2019 ഇനി അവിടെ പോയത് ചെമ്പുപാളിയാണ് എന്ന ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിലും ഇതിന് മുമ്പ് എന്നെങ്കിലും ആയിരിക്കും ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതും ഇതിൻ്റെ അന്വേഷണത്തിൽ കൊണ്ടുവരണം. കാര്യം 98 ശേഷം അവിടെ എന്തെങ്കിലും വർക്ക് നടന്നിട്ടുണ്ടോ, ആ സമയങ്ങളിൽ ഇത് ഇളക്കിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നുണ്ട്. നിഷ, എന്താണ് പന്തളം കൊട്ടാരം പ്രതിനിധി പറഞ്ഞു വയ്ക്കുന്നത്? അതായത് ദേവസ്വം ബോർഡ് ഈ ആസൂത്രണത്തിന് പിന്നിൽ ദേവസ്വം ബോർഡാണെന്ന് വ്യക്തമാകുന്നു. പല കള്ളങ്ങൾ ഓരോ നിമിഷവും തെളിഞ്ഞു വരുന്നു. ഈ 5 കിലോ സ്വർണമൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്? പ്രസക്തമായ നിരവധി ചോദ്യങ്ങൾ അക്കൂട്ടത്തിലുണ്ട്. നിഷ. കൃഷ്ണരാജ്, വിജയ് മല്യ 1998 വഴിപാടായി സ്വർണം പൊതിഞ്ഞു, ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണം പൊതിഞ്ഞു എന്ന കാര്യം കൃത്യമായി തന്നെ റെക്കോർഡായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്വർണം എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് എല്ലായിടത്തു നിന്ന് ഉയരുന്നത്. അതേ ചോദ്യം തന്നെയാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി സുരേഷ് വർമ്മയും ചോദിച്ചത്. ഈ 1998 ഒപ്പം തന്നെ അന്ന് സ്വർണം പൊതിഞ്ഞു എന്ന് ഉറപ്പായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2019 വരെ 98 2019 ഇടയിൽ ശബരിമലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. സമഗ്രമായ ഒരു അന്വേഷണമാണ് ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ചെമ്പാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലും ഈ ചെമ്പാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ
2019 അവിടെ നിന്ന് ചെമ്പുപാളിയാണ് കൊണ്ടുപോയതെങ്കിൽ വിജയ് മല്യ പൊതിഞ്ഞു നൽകിയ ഏതാണ്ട് 5 കിലോയോളം സ്വർണ്ണമാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രം പൊതിഞ്ഞത്. ആ സ്വർണം എവിടെ എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ സ്വർണം നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്രയും അധികം സ്വർണം എങ്ങനെ നഷ്ടപ്പെട്ടു? ഒരു കരസ്പർശമൊക്കെ ഏറ്റ് ചെറിയ രീതിയിൽ അതിൽ നിന്നും ഇന്നലെ അതിൻ്റെ അമൽഗമേഷൻ എക്സ്പേർട്ടായ ആൾ പോലും പറഞ്ഞത് 16% സ്വർണം മാത്രമാണ് ഈ ഒരു കാലയളവിനുള്ളിൽ, ഇത്രയും വർഷത്തിനുള്ളിൽ നഷ്ടപ്പെട്ടാൽ പോലും പോവുക. പക്ഷേ ഇത്രയധികം കിലോ കണക്കിന് സ്വർണം ഇത് എവിടെ പോയി? ഇതിൽ വലിയ ദുരൂഹത തന്നെയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ സമഗ്രമായി തന്നെ അന്വേഷിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് ദേവസ്വത്തിലെ ആളുകളുമായി, ദേവസ്വം ബോർഡുമായി വലിയ അടുപ്പമുണ്ടാവണം. എങ്കിൽ മാത്രമേ അയാൾക്ക് അവിടെ നിന്നും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വരുന്ന ഒരാളുടെ കയ്യിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുകയില്ല. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത്. ഇത് ടെൻഡർ വിളിച്ച് ചെയ്യേണ്ട നടപടികളാണ്. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അടക്കം അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് അവിടെ വെച്ച് തന്നെ വേണമെന്ന് ദേവസ്വത്തിൻ്റെ ബൈലോയിൽ പറയുന്നുണ്ട്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട്, പ്രോട്ടോകോൾ ലംഘനമൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ 2019 ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത്. അത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. കാര്യങ്ങളൊക്കെ എന്തായാലും അന്വേഷിക്കണം. കുറ്റക്കാരെ കണ്ടുപിടിച്ച് നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ശബരിമലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അത് കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തണം. ഒപ്പം തന്നെ ഒരു അയ്യപ്പ ഭക്തനും ചെയ്യാത്ത കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് സമഗ്ര അന്വേഷണം വേണം. 2018 ശേഷം ശബരിമലയിലേക്ക് ഭക്തജനങ്ങളുടെ ഒക്കെ തന്നെ ശ്രദ്ധയുള്ളൊരു സ്ഥലമാണ്. ഓരോ കാര്യങ്ങളും ശബരിമലയെ സംബന്ധിച്ചിടത്തോളമുള്ള ഓരോ കാര്യങ്ങളും ഭക്തർ ആകാംക്ഷയോടെ നോക്കുന്ന കാര്യങ്ങളാണ്. ഈ 2018 ശേഷം തൊട്ടടുത്ത വർഷം തന്നെ 2019 ഇത്തരം ഒരു പ്രവൃത്തി അവിടെ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട്. വലിയ ആലോചനകൾ നടന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെയും ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി സുരേഷ് വർമ്മയും പറയുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ ഭക്തജനങ്ങൾക്ക് കൃത്യമായ ഉത്തരം തന്നെ സർക്കാരും ദേവസ്വം ബോർഡും നൽകേണ്ടതുണ്ട്. സമഗ്രമായ അന്വേഷണം വേണം. ശബരിമലയിലെ ദുരൂഹതകളൊക്കെ മാറ്റണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കൃഷ്ണരാജ്. ശരി, പന്തളം കൊട്ടാരം പറഞ്ഞതെന്ത്? ഉത്തരം നൽകിയത് നിഷ ദിലീപാണ്. ഈ വിഷയത്തിൽ ഇന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. പലപ്പോഴും ഉത്തരം മുട്ടുന്നുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒന്നും മറയ്ക്കാനും ഒളിക്കാനുമില്ലെന്നായിരുന്നു PS പ്രശാന്തിൻ്റെ പ്രതികരണം. ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എന്താണൊന്നും മിണ്ടാത്തതെന്നും 99 മുതൽ അന്വേഷണം വേണമെന്നും പ്രസിഡന്റ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ശരി, ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലായാലും ശരി, ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനുമില്ല, ഒളിക്കാനുമില്ല. കൃത്യമായ കാര്യങ്ങൾ അന്വേഷണം. അതുകൊണ്ടാണ് കോടതിയിൽ സമഗ്രമായ അന്വേഷണം ഞങ്ങൾക്ക് കോടതിയുടെ എപ്പോൾ ആവശ്യപ്പെടാൻ പറ്റൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങൾക്കിത് കോടതിയിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടും ഇത്തരം അവതാരങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ വ്യാജ ആരോപണവുമായി വരുന്നത്. ഇപ്പോൾ അയാൾ പെട്ടിരിക്കുകയല്ലേ. അയാളുടെ വാദഗതി ഏറ്റുപിടിച്ചുകൊണ്ട് 4 കിലോ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചൊന്നും മിണ്ടാത്തത്? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഒളിക്കാനുമില്ല, മറയ്ക്കാനുമില്ല. സത്യസന്ധമായ അന്വേഷണം വേണം. അത് 99 മുതൽ വേണം. SP ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ഞങ്ങൾക്കൊന്നും ഒളിക്കാനുമില്ല, മറയ്ക്കാനുമില്ല, ശരിയായ ഉത്തരം നൽകാനുമില്ല, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, മറയ്ക്കാനൊന്നുമില്ല. പക്ഷേ തെറ്റ് ചെയ്ത കാര്യങ്ങൾ പുറത്തു പറയാനായി താല്പര്യവുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മളോട് ഇന്ന് പ്രശാന്ത് പ്രതികരിച്ചത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് വളരെ ക്ഷുഭിതനായും അതുപോലെ തന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് തനിക്ക് മറുപടി പറയാൻ താല്പര്യമില്ല, നിങ്ങളുടെ ചോദ്യങ്ങൾ മറുപടി പറയാൻ തക്കത്തിനുള്ള ചോദ്യങ്ങളല്ല നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്നത് എന്നൊരു കാര്യം പറഞ്ഞ് ക്ഷുഭിതനായിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു കൊണ്ടുപോയത്. അദ്ദേഹം പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ കൈകളെല്ലാം ശുദ്ധമാണ്, തങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഈ സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ, ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൃത്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹസറിൽ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വീഡിയോ സഹിതം ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ എവിടെയാണ്, എപ്പോഴാണ് ചെയ്തതെന്നുള്ള കാര്യം അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, കോടതിയിൽ പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ കോടതിയിൽ ഒരു ദേവസ്വം ബോർഡ് സമഗ്ര അന്വേഷണത്തിനായി
കോടതിയെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളോട് അത് പറഞ്ഞ് കുഴപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന രീതിയിലാണ് PS പ്രശാന്ത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു തിരുവാഭരണം കമ്മീഷണർ ഉൾപ്പെടെ ചെന്നൈയിലേക്ക് അകമ്പടി പോയി ഈ ഒരു സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ അകമ്പടിയായിപ്പോയി 12 പാളികൾ മാത്രമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അതിൽ 281 ഗ്രാം സ്വർണ്ണമാണ് പതിപ്പിച്ചിരുന്നത്. ആ 281 ഗ്രാം സ്വർണ്ണത്തിൽ നിന്ന് വെറും 10 ഗ്രാം മാത്രമാണ് കൂടുതലായി വേണ്ടി വന്നത്. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് 40 വർഷത്തെ വാറണ്ടി ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു അതിനുള്ള വാറണ്ടി അല്ലെങ്കിൽ പേര് അതിൽ ചേർത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യപ്പെട്ടു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഒരു സ്വർണ്ണപ്പാളി കൊടുത്തു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിനോട് ചെന്നൈയിൽ എത്തിച്ചേരാൻ മാത്രമാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു വാറണ്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേർന്നത്. ഇതിൽ സ്വർണ്ണമായിരുന്നു എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ കുറച്ച് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇതിൽ ചെമ്പ് പാളിയാണ് തൻ്റെ കയ്യിൽ ലഭിച്ചത്, അതാണ് താൻ കൊണ്ടുപോയത്. അപ്പോൾ ഇത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡിനും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആർക്കും തന്നെ ഒരു വ്യക്തമായ ഉത്തരം തരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കറക്റ്റായ ഒരു ഉത്തരം തരാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരിക്കലും മാധ്യമങ്ങളോട് ഇത്തരത്തിൽ ക്ഷുഭിതനായി ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ, നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ രീതിക്കാണ്, അതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ താല്പര്യമില്ല എന്ന് PS പ്രശാന്ത് പറയേണ്ട ഒരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കൈകൾ ശുദ്ധമാണ്, തങ്ങൾ യാതൊന്നും ചെയ്തിട്ടില്ല, പറയേണ്ടതെല്ലാം ഹൈക്കോടതിയുടെ മുന്നിലും പറയാം. അപ്പോൾ പിന്നെ എന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാതിരിക്കേണ്ട കാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുമ്പോൾ. അദ്ദേഹം പറയുന്നു വെറും 10 ഗ്രാം സ്വർണം മാത്രമാണ് സ്പോൺസർഷിപ്പായി വേണ്ടി വന്നത്. ഇപ്പോൾ 291 ഗ്രാം സ്വർണത്തോടു കൂടി ആ സ്വർണ്ണപ്പാളി ഇപ്പോൾ ഉണ്ട്. അത് ഈ മാസം 17-ാം തീയതി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതവിടെ സ്ഥാപിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ സമഗ്രമായ അന്വേഷണം 99 മുതൽ 1999 വിജയ് മല്യ ഈ ഒരു സ്വർണം പതിപ്പിച്ച സ്വർണ്ണപ്പാളി ശബരിമലയ്ക്ക് കൈമാറുന്നത്. അതുമുതൽ ഇതുവരെയുള്ള 2025 വരെയുള്ള കാലയളവിൽ എന്തൊക്കെ സംഭവങ്ങളാണോ നടന്നിട്ടുള്ളത് അതെല്ലാം സമഗ്രമായി തന്നെ അന്വേഷിക്കണമെന്ന് കോടതിക്ക് മുന്നിൽ ആ ഒരു അന്വേഷണം നടത്തണമെന്ന് കോടതിക്ക് മുന്നിൽ ആവശ്യപ്പെടുമെന്നും PS പ്രശാന്ത് ഇന്ന് പറയുകയുണ്ടായി. അതിനുശേഷം മാത്രം താൻ കൃത്യമായ ഒരു മറുപടി പറയും. ഇപ്പോൾ മറുപടി പറയാൻ തൻ്റെ കയ്യിൽ മറുപടി ഇല്ല എന്നുണ്ട്. അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു തൻ്റെ കയ്യിൽ മറുപടി ഇല്ല എന്ന് പറയാതെ പറയുകയാണ് PS പ്രശാന്ത് ഇന്ന് ചെയ്യുകയുണ്ടായത്. അവസാനം അതായത് കൈകൾ പരിശുദ്ധമാണെന്ന് കാണാൻ ശ്രമിക്കുകയും അതേസമയം ചില ഉത്തരങ്ങൾക്ക് 5, 6, 7, 8 സെക്കൻഡൊക്കെ മൗനം പാലിച്ച് ആലോചിച്ച് പറയാൻ ശ്രമിക്കുകയും അതും നടക്കില്ലെന്ന് വന്നപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉത്തരം അർഹിക്കുന്നതല്ല എന്ന് പറഞ്ഞ് അങ്കക്കലി പൂണ്ട് തിരിച്ചു പോവുകയും ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഉത്തരങ്ങൾ പറയാൻ വേണ്ടി സത്യസന്ധമായ ഉത്തരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എല്ലാം എടുത്ത് ആലോചിച്ച് കണ്ട്, മാധ്യമങ്ങളോട് പറയുമ്പോൾ ആലോചിച്ച് കണ്ട് പറയണം, അല്ലെങ്കിൽ തൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും സത്യങ്ങൾ പുറത്തു വരുമോ എന്നൊരു ഭയം കൊണ്ടായിരിക്കാം അദ്ദേഹം എല്ലാം ആലോചിച്ച് കണ്ട് പറയുകയും അവസാനം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലൊരു തഴഞ്ഞൊരു മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയറിപ്പോയത്. കാരണം സത്യസന്ധമായി അദ്ദേഹത്തിന് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ ആ സത്യങ്ങളൊന്നും അദ്ദേഹത്തിന് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ കാര്യം. ശരി, SP ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനെന്ന് കരുതുന്ന ഒരു വിഭാഗം അവർ ക്ഷേത്രങ്ങളുടെ ഭരണത്തിലിരിക്കുന്നിടത്തോളം കാലം ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ക്ഷേത്രങ്ങളിൽ സ്വർണ്ണത്വത്തിനപ്പുറത്തേക്ക് ക്ഷേത്രങ്ങളുടെ ഭൂമികൾ നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ സമഗ്രമായ ഒരു ഓഡിറ്റിംഗ് നടക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികൾക്ക് ലഭിക്കുന്ന രീതിയിൽ കേന്ദ്ര നിയമത്തിൽ തന്നെ അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ തന്നെ ഒരു നിയമം കൊണ്ടുവരണമെന്ന് അടക്കമുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന വിഷയമായതിനാൽ തന്നെ കേന്ദ്രം ഈ വിഷയത്തിലേക്ക് ഇടപെട്ട് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ വിശ്വാസികൾക്കായിരിക്കണം പ്രാമുഖ്യം എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുവരുത്തേണ്ട നടപടികളും സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഒപ്പമാണ് ഈ ക്ഷേത്ര ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റുകളെ പോലെയുള്ള ആളുകൾ, ക്ഷേത്രവിശ്വാസമില്ലാത്ത ആളുകൾ, അവർ ഇത്തരം സംവിധാനങ്ങളെ കൊള്ളയ്ക്കുള്ള സ്ഥലമായി കാണുന്നു. അതിൽ മാറ്റം വരണമെങ്കിൽ ഹൈന്ദവ സമൂഹം ഉണരണമെന്നും ഇടപെടണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കൃഷ്ണരാജ്.